സുനിൽ വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ലോകത്ത് വേറെ നിരവധി ജനാധിപത്യ രാജ്യങ്ങൾ ഉണ്ട് എങ്കിലും നമ്മുടെ ഭാരതത്തെയാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള ഈ മഹത്തായ പ്രക്രിയയിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ് ഭാരതത്തെ വ്യത്യസ്തമാക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. വളരെ വലിയ വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടന്നത്. UDF മുന്നണിയും LDF മുന്നണിയും NDA മുന്നണിയും ഒരുപോലെ കയ്യും മെയ്യും മറന്ന് പോരടിച്ച ഒരു മണ്ഡലം കൂടിയാണ് തെക്കൻ കേരളത്തിലുള്ള ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. പഴയ ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലമാണ് ഇപ്പോഴത്തെ ആറ്റിങ്ങൽ മണ്ഡലം. അതിശക്തമായ പ്രചാരണ പോരാട്ടമാണ് ഇവിടെ നടന്നത്. നിലവിലുള്ള MPയും കോൺഗ്രസ് നേതാവുമായ മുൻ സംസ്ഥാന മന്ത്രിയുമൊക്കെയായ ശ്രീ അടൂർ പ്രകാശ് ആയിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. ഇടതുമുന്നണി ഇത്തവണ കളത്തിലിറക്കിയത് നിലവിലുള്ള വർക്കല MLAയും CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമൊക്കെയായ ശ്രീ V ജോയിയാണ്. NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും BJP നേതാവുമായ ശ്രീ V മുരളീധരനുമായിരുന്നു. അടൂർ പ്രകാശ് 1995 മുതൽ നീണ്ട 23 വർഷം പത്തനംതിട്ട ജില്ലയിലെ കോന്നി മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയായിരുന്നു. തീർത്തും ജനകീയനായ നേതാവാണ് ശ്രീ അടൂർ പ്രകാശ് എന്ന് നിസ്സംശയം പറയാം. ഇദ്ദേഹം കോന്നി MLA ആയിരുന്ന 23 വർഷക്കാലം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മത ഭേദമന്യെയാണ് ജനങ്ങൾ ഇദ്ദേഹത്തിനെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. തന്നെയുമല്ല, കോന്നി മണ്ഡലം ഒരു പ്രാവശ്യം സന്ദർശിച്ചവർക്ക് അറിയാം, അവിടെ ഇല്ലാത്തതായി ഒന്നുമില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം കോന്നി മെഡിക്കൽ കോളേജ് നിർമ്മാണം പൂർത്തീകരിച്ച ശേഷമാണ് അദ്ദേഹം 2019 ആറ്റിങ്ങലിൽ UDF സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിച്ചതും വിജയിച്ചതും. ആറ്റിങ്ങലിലും അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഹൃദയം കവർന്നു എന്നത് ശ്രദ്ധേയമാണ്. അതുമല്ല, 2 തവണ അവിടെ MP ആയിരുന്ന CPM നേതാവ് ശ്രീ A സമ്പത്തിനെയാണ് 2019 മലർത്തി അടിച്ചത് എന്നത് പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക. 2019 അടൂർ പ്രകാശ് ജയിച്ചത് 38,247 വോട്ടുകൾക്കാണ്. 2019 അടൂർ പ്രകാശിന്റെ ജയത്തിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. NDA സ്ഥാനാർത്ഥിയായി 2019 ആറ്റിങ്ങലിൽ മത്സരിച്ചത് മറ്റൊരു പെൺകരുത്തായിരുന്നു. BJPയുടെ സീനിയർ വനിതാ നേതാവ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ 2.5 ലക്ഷം വോട്ട് ആറ്റിങ്ങലിൽ സമാഹരിച്ചത് അഡ്വക്കേറ്റ് സമ്പത്തിന്റെ പരാജയം ഏതാണ്ട് ഉറപ്പാക്കാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. 2009 2014 അഡ്വക്കേറ്റ് A സമ്പത്താണ് ആറ്റിങ്ങലിൽ നിന്നും വിജയിച്ചത്. 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. അത് ഇപ്രകാരമാണ്: വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ഇപ്പോൾ 7 നിയോജക മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയോടൊപ്പമാണ്. 5 മണ്ഡലങ്ങളിൽ CPM MLAമാരും 2 മണ്ഡലങ്ങളിൽ CPI MLAമാരുമാണ് ഉള്ളത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് 2019 നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ വീറും വാശിയും നിറഞ്ഞതായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. 3 മുന്നണികളും കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിച്ചത്. 3 പേരും ജയത്തിന് കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. ഇത്തവണയും CPM വോട്ടുകൾ വിഭജിച്ചു. കുറേ വോട്ടുകൾ NDA സ്ഥാനാർത്ഥി ശ്രീ V മുരളീധരന് ലഭിക്കൂ എന്നതിൽ സംശയമൊന്നും വേണ്ട. 3 സ്ഥാനാർത്ഥികളും ഒരേ സമുദായത്തിൽ നിന്ന് തന്നെയാണ്. V മുരളീധരൻ തീയ സമുദായത്തിൽ നിന്നാണ് എന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. 86% ഹിന്ദു ജനസംഖ്യയാണ് ഈ മണ്ഡലത്തിലുള്ളത്. 12% മുസ്ലിം ജനസംഖ്യയും 2% ക്രിസ്ത്യൻ ജനസംഖ്യയും ഈ മണ്ഡലത്തിലുണ്ട്. UDF സ്ഥാനാർത്ഥി ശ്രീ അടൂർ പ്രകാശ് LDF സ്ഥാനാർത്ഥി ശ്രീ V ജോയിയും തമ്മിലാണ് യഥാർത്ഥ മത്സരം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. NDA സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അത് LDFനും UDFനും ദോഷകരമായി ബാധിച്ചേക്കാമെങ്കിലും LDFനായിരിക്കും അത് കൂടുതൽ പ്രഹരം ഏൽപ്പിക്കുക.
ഇനി സ്ഥാനാർത്ഥികളുടെ മേന്മ പരിശോധിക്കുകയാണെങ്കിൽ UDF സ്ഥാനാർത്ഥി ശ്രീ അടൂർ പ്രകാശ് കേരളം ഒട്ടുക്കും പ്രശസ്തനാണ്. NDA സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ. LDF സ്ഥാനാർത്ഥി ശ്രീ B. ജോയി ജില്ല വിട്ട് അധികമാർക്കും അറിയില്ല. സ്ഥാനാർത്ഥികളിൽ മേന്മ ശ്രീ അടൂർ പ്രകാശിന് തന്നെയാണ്. ആര് ജയിച്ചാലും വളരെ കുറഞ്ഞ മാർജിനിൽ ഉള്ള ഒരു വിജയമായിരിക്കും ആറ്റിങ്ങലിൽ ഇത്തവണ സംഭവിക്കുക. കഴിഞ്ഞ തവണ കേരളത്തിൽ UDF തൂട്ടുവാരിയത് ശബരിമല വിഷയം ഒരു ഘടകമായിരുന്നു. ഇത്തവണ അങ്ങനെ ഒരു തരംഗമില്ല. എന്നിരുന്നാലും UDF സ്ഥാനാർത്ഥി ശ്രീ അടൂർ പ്രകാശ് ആറ്റിങ്ങലിലെ ജനങ്ങൾക്ക് സ്വീകാര്യനായി കഴിഞ്ഞു. ഇത്തവണയും ശ്രീ അടൂർ പ്രകാശ് തന്നെ ആറ്റിങ്ങലിൽ വിജയിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും വെറും 30 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ആറ്റിങ്ങലിൻ്റെ സ്ഥാനം. സ്വതവേ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ. 2009-ലും 2014-ലും CPM സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A. സമ്പത്തായിരുന്നു ഇവിടെ നിന്നും വിജയിച്ചത്. 2019-ലെ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് അടൂർ പ്രകാശിനോട് സമ്പത്ത് പരാജയപ്പെട്ടു. BJP നയിക്കുന്ന NDA മുന്നണി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കരുത്താർജിച്ചതാണ് CPM-ന് തിരിച്ചടിയായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. 3 മുന്നണികളും, അതായത് UDF-ഉം LDF-ഉം NDA-യും വിജയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ. LDF സ്ഥാനാർത്ഥി ശ്രീ B. ജോയി മണ്ഡലത്തിൽ നല്ല സ്വീകാര്യതയുമുണ്ട്. NDA സ്ഥാനാർത്ഥിയാണെങ്കിൽ 2 വർഷം മുമ്പേ തന്നെ മണ്ഡലത്തിൽ പ്രവർത്തനവും തുടങ്ങിയിരുന്നു. ഇത്തവണ എന്തൊക്കെയാണേലും ഒരു അടൂർ പ്രകാശിൻ്റെ വിജയം തന്നെയാണ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കുക, പ്രവചിക്കാൻ സാധിക്കുക. മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.